നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ തൃശൂർ ചെമ്പുക്കാവ് മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി. ചെമ്പുകാവിലുള്ള മൃഗങ്ങളെ പൂർണ്ണമായും പുത്തൂരിലേക്ക് മാറ്റിയിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. 3 ഹിപ്പോപ്പൊട്ടാമസും സിംഹവും ഇപ്പോഴും തൃശൂർ മൃഗശാലയിൽ തന്നെയുണ്ട്. 5 കടുവകളിൽ 3 എണ്ണത്തിനെ മാത്രമാണ് പുത്തൂരിലേക്ക് കൊണ്ടുപോയത്. 2 പുലികളിൽ ഒന്നിനെ പുത്തൂരിലേക്ക് കൊണ്ടുപോയി. കുരങ്ങ്, മയിൽ, പാമ്പുകൾ, പുള്ളിമാൻ, മ്ലാവ്, കൃഷ്ണമൃഗം, പക്ഷികൾ തുടങ്ങിയവയും ചെമ്പുകാവ് മൃഗശാലയിൽ തന്നെയുണ്ട്. കൂടാതെ ആർട്ട് മ്യൂസിയവും പ്രവർത്തിക്കുന്നു. മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നില്ലെന്നും ചെമ്പുകാവ് മൃഗശാലയെ കേരള സ്റ്റേറ്റ് മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നതായും സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. ഇതോടൊപ്പം ഫിഷ് അക്വേറിയം ഉടൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും 3D പ്രൊജക്ടർ പ്രദർശനം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 140 വർഷത്തോളം പഴക്കമുള്ള 190ഓളം ഇനങ്ങളിലുള്ള 500-ൽ പരം മരങ്ങളുള്ള അപൂർവ ശേഖരമാണുള്ളത്. ഓക്സിജന്റെ കലവറയായ നഗരത്തിലെ പച്ചത്തുരുത്താണ് ചെമ്പുകാവ് മൃഗശാല മ്യൂസിയം. അധ്യാപികയ്ക്ക് കളഞ്ഞുപോയ 2.5 പവൻ സ്വർണ്ണാഭരണം തിരിച്ചു നൽകി ചിന്നമ്മു മാതൃകയായി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആഭരണം കൈമാറി. മൺപാത്രം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന മങ്ങാട് സ്വദേശിനിയായ ചിന്നമ്മു ബുധനാഴ്ച രാവിലെ മൺപാത്രം വിൽപ്പനയ്ക്കായി തൃശൂരിലേക്ക് പോകാനായി സ്വകാര്യ ബസിൽ കയറിയതായിരുന്നു. യാത്രക്കിടയിൽ സ്വകാര്യ ബസിൽ നിന്നും 2.5 പവനോളം തൂക്കം വരുന്ന മാല കളഞ്ഞുകിട്ടി. ചിന്നമ്മു ഇത് തന്റെ 2 മക്കളായ സന്തോഷിനെയും സുരേഷിനെയും വിളിച്ചറിയിക്കുകയും വിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എരുമപ്പെട്ടി ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച ചുങ്കം മുല്ലയ്ക്കൽ വീട്ടിൽ പ്രേംസിയുടേതായിരുന്നു മാല. തൃശൂരിലേക്ക് ഒരു യോഗത്തിനായി പോയതായിരുന്നു. രാത്രി മാല അഴിച്ചുവെക്കാനായി തിരഞ്ഞപ്പോഴാണ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. വെള്ളിയാഴ്ച പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് ചിന്നമ്മു മക്കളോടൊപ്പം എത്തി മാല കൈമാറി. ഒരു മാലയും കമ്മലും ധരിക്കുവാൻ ഏറെ ആഗ്രഹിച്ച ആളായിരുന്നു താനെന്നും നഷ്ടപ്പെട്ടതിന്റെ വേദന തനിക്കേറെ അറിയാവുന്നതാണെന്നും ചിന്നമ്മു പറഞ്ഞു. ചിന്നമ്മുയെ കെട്ടിപ്പിടിച്ച് അധ്യാപികയായ പ്രേംസി തന്റെ സന്തോഷം പങ്കുവച്ചു. വടക്കാഞ്ചേരി SI ഹരിഹര സോനുവും മറ്റ് ഉദ്യോഗസ്ഥരും ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷിയായി. തൃശൂരിലെ IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നടന്നു. മാലിന്യമലയായിരുന്ന ലാലൂരിന് ഇനി കായിക കേരളത്തിന്റെ തലസ്ഥാനമാകാൻ ചരിത്ര നിയോഗം. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ IM വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയവും അതിനോടനുബന്ധിച്ചുള്ള സ്പോർട്സ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അക്വാറ്റിക്സ് കോംപ്ലക്സ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, പവലിയൻ ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് P ബാലചന്ദ്രൻ MLA, ടെന്നീസ് കോർട്ട് AC മൊയ്തീൻ MLA എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം IM വിജയൻ വിശിഷ്ടാതിഥിയായി. 5000 പേരെ ഉൾക്കൊള്ളുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ കോർട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 85,318 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേഡിയം കെട്ടിടത്തിൽ 2 ഡോർമെറ്ററികൾ, 4 ഗസ്റ്റ് റൂമുകൾ, ജിം, VIP ലോഞ്ച്, മെഡിക്കൽ റൂം, 53 ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. കൂടാതെ ഫിഫ നിലവാരത്തിലുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, ITF നിലവാരത്തിലുള്ള അക്രിലിക് ടെന്നീസ് കോർട്ട്, പ്രാക്ടീസ് പൂൾ ഉൾപ്പെടുന്ന അക്വാറിക്സ് കോംപ്ലക്സ്, പവലിയൻ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. പാലപ്പിള്ളിയിൽ നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. പുലിക്കണ്ണി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തെ വനപാലകർ കാടുകയറ്റാൻ ശ്രമിക്കുന്നതിനിടെ റോഡ് മുറിച്ചു കടന്ന ആനകൾ നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും നേരെ തിരിയുകയായിരുന്നു. ആനക്കൂട്ടം വരുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയത് മൂലം വലിയ അപകടം ഒഴിവായി. കുട്ടികൾ ഉൾപ്പെടെ 6 ആനകളാണ് റോഡ് മുറിച്ചു കടന്നത്. ഞായറാഴ്ച പുലർച്ചെ പുലിക്കണ്ണിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച ആനക്കൂട്ടം പ്രദേശത്ത് മണിക്കൂറുകളാണ് ഭീതി പരത്തിയത്.
നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് പാലപ്പിള്ളിയിൽ നിന്നെത്തിയ വനപാലകർ ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാട്ടുകാർക്ക് നേരെ ആനക്കൂട്ടം പാഞ്ഞെടുത്തത്. ഹാരിസൺ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയ ആനക്കൂട്ടം രാത്രിയിൽ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഓപ്പറേഷൻ സൈഹാൻ ദൌത്യത്തിൽ വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ 7 പേർ അറസ്റ്റിൽ. ചെമ്പുച്ചിറ സ്വദേശികളായ പനിയിരുത്തി ദിബേഷ്, പട്ലിക്കാടൻ സുജിത്, അമ്പലപ്പറമ്പിൽ സനൂപ്, ചെട്ടിച്ചാൽ സ്വദേശി ഉള്ളാട്ടിപ്പറമ്പിൽ നിമീഷ്, നാടിപ്പാറ സ്വദേശി അരിക്കാട്ട് രാഹുൽ, ഇത്തുപ്പാടം സ്വദേശി അരിക്കാട്ട് വിനീത്, പുത്തനൊളി സ്വദേശി നന്ദലി വീട്ടിൽ സനൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേരളത്തിലെ അക്കൗണ്ടുകളിൽ നിന്ന് കേരളത്തിന് പുറത്തുവച്ച് പണം പിൻവലിക്കുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി. ദിവസവും കോടികളാണ് ഇതേ രീതിയിൽ പിൻവലിച്ചിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹസൻ മികച്ച നടി, മിന്നിച്ച് മഞ്ഞുമൽ ബോയ്സ്. പ്രേമലു ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകനായി. ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. പായൽ കപാഡിയ ട്രാൻസ്ജെൻഡർ അവാർഡും പാരഡൈസ് എന്ന ചിത്രം പ്രത്യേക ജൂറി പരാമർശവും നേടി. ചലച്ചിത്ര ഗ്രന്ഥമായി പെൺപാട്ട് താരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ലേഖനത്തിനുള്ള പുരസ്കാരം വത്സലൻ വാതുശ്ശേരി കരസ്ഥമാക്കി. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജ് പങ്കെടുത്ത ചടങ്ങിൽ 128 ചിത്രങ്ങളിൽ നിന്നാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിലൂടെ ഷംല ഹംസ മികച്ച നടിയായി. മഞ്ഞുമൽ ബോയ്സ് ഇത്തവണത്തെ അവാർഡുകളിൽ 8 പുരസ്കാരങ്ങൾ നേടി തിളങ്ങി. ഈ ചിത്രത്തിലൂടെ ചിദംബരം മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി. ഷൈജു ഖാലിദ്, അജയൻ ചാലിശ്ശേരി കലാസംവിധാനം, ശബ്ദരൂപകൽപ്പന, ശബ്ദമിശ്രണം എന്നിവയ്ക്കും മഞ്ഞുമൽ ബോയ്സ് അംഗീകാരം നേടി. സ്വഭാവ നടിയായി ലിജോ മോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ മികച്ച സ്വഭാവ നടന്മാരായി. വേടൻ മികച്ച ഗാനരചയിതാവും സുഷിൻ ശ്യാം മികച്ച സംഗീത സംവിധായകനും ക്രിസ്റ്റോ സേവ്യർ മികച്ച പശ്ചാത്തല സംഗീതവും കരസ്ഥമാക്കി. കൂടാതെ ഹരിശങ്കർ മികച്ച ഗായകനും സെബ ടോമി മികച്ച ഗായികയുമായി. ചാലക്കുടി മുരിങ്ങൂരിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കൊരട്ടി സ്വദേശി ഗോഡ്സൺ, അന്നനാട് സ്വദേശി ഇമ്മാനുവൽ എന്നിവരാണ് മരിച്ചത്. ലോറിക്ക് പുറകിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. ദേശീയപാത മുരിങ്ങൂർ മേൽപ്പാലത്തിൽ വച്ചായിരുന്നു അപകടം. ഇവരുടെ മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് 3 കാറിലും പിക്കപ്പ് വാനിലും ഇടിച്ച് അപകടം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ആർക്കും പരിക്കില്ല. ബുധനാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു അപകടം. ടോൾ ബൂത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിലാണ് ബസ് ഇടിച്ചത്. നിയന്ത്രണം വിട്ട ബസ് മുൻപിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒന്നിനു പുറകിലായി മറ്റ് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും ടോൾ പ്ലാസ ജീവനക്കാരും ചേർന്നാണ് ടോൾ ബൂത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയിട്ടത്. ന്യൂസിലൻഡിലേക്ക് വിസ തട്ടിപ്പ്, ലക്ഷങ്ങൾ തട്ടിയ യുവതിയെ തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. ന്യൂസിലൻഡിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് സ്വദേശികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ യുവതി തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. വെങ്ങിനിശ്ശേരി സ്വദേശിനി ബ്ലസ്സി അനീഷാണ് അറസ്റ്റിലായത്. കോഴിക്കോട് പുതിയറ തിരുമംഗലത്ത് വീട്ടിൽ ഷമൽ രാജ്, സുഹൃത്ത് നോബിൾ എന്നിവരിൽ നിന്നായി 8,95,000 രൂപയാണ് യുവതി തട്ടിയെടുത്തത്. ഷമൽ രാജിൽ നിന്ന് 4 ലക്ഷം രൂപയും നോബിളിൽ നിന്ന് 4,95,000 രൂപയും പലപ്പോഴായി ബ്ലസ്സി അനീഷ് കൈപ്പറ്റുകയായിരുന്നു. എന്നാൽ വിസ ശരിയാക്കി നൽകുകയോ കൈപ്പറ്റിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ യുവതി തട്ടിപ്പ് നടത്തുകയായിരുന്നു.
തട്ടിപ്പ് മനസ്സിലാക്കിയ ഷമൽരാജ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ബ്ലെസ്സി അനീഷിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മ സേനാംഗരംഗത്തെ യുവതി ആക്രമിച്ചു. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആശയ്ക്ക് മർദ്ദനമേറ്റത്. ചാക്കിൽ നിന്നും വൈദ്യുതി ബില്ലും സ്കൂളിലെ പരീക്ഷാ പേപ്പറും കണ്ടെടുത്തിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഷാഹിന ജലീൽ വീട്ടമ്മയോട് മാലിന്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ആരായുന്നതിനിടയിലായിരുന്നു സംഭവം. ആശയുടെ മുടിയിൽ പിടിച്ചു വലിച്ച വീട്ടമ്മ പലവട്ടം മുഖത്തടിക്കുകയായിരുന്നു. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് തട്ടിപ്പിലൂടെ ആളൂർ സ്വദേശിയിൽ നിന്നും 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മണ്ണാർക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ജോബ് നൽകുന്ന ഏജൻസിയാണെന്നും ആമസോൺ പാർട്ട് ടൈം പ്രൊമോഷൻ വർക്കിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ വൻ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയും വാട്സ്ആപ്പ്, ടെലഗ്രാം അക്കൗണ്ടുകൾ മുഖേന ഓൺലൈൻ പാർട്ട് ടൈം ജോബുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അയച്ച് വിശ്വാസം നേടിയെടുത്താണ് ആളൂർ മാനാട്ടുകുളം സ്വദേശി സാഫല്യം വീട്ടിൽ ഹരീഷ് രവീന്ദ്രനാഥ് എന്നയാളിൽ നിന്ന് പണം വാങ്ങിയത്. ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ മലപ്പുറം നെല്ലിക്കുന്ന് സ്വദേശി ചക്കിപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് മിഥിലാജ് എന്നയാളെ മണ്ണാർക്കാട് നിന്ന് തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇതോടെ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.